സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഉഷ എന്ന് പറയുന്നൊരു വീട്ടമ്മ പുള്ളിക്കാരിയുടെ വയറ്റിലൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും അതിൻ്റെ സർജറിക്കായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ്, ആലപ്പുഴയിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ തേടുകയും ആ ചികിത്സയ്ക്ക് ശേഷം ആ ചികിത്സ നടത്തിയ അല്ലെങ്കിൽ ആ ഒരു സർജറി നടത്തിയ ഡോക്ടർമാർ ആ സർജറിക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം അവരുടെ വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടി തിരികെ വിടുകയും നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം യൂറിൻ പാസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ തനിക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു വീട്ടമ്മയുടെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു. എവിടെ പോയാലും പാമ്പേഴ്സ് ഉപയോഗിക്കാതെ പോകാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ആ അമ്മ പറയുന്നത് കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സൊന്ന് പിടഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആ ഒരു സംഭവത്തെപ്പറ്റി ആ അമ്മ പറയുകയും ആ സംഭവത്തിന് പിന്നാലെ ആ സർജറി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ആ ഒരു ഡോക്ടർ രംഗത്തേക്ക് വരികയും ആ സർജറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കത്രികയല്ല പുള്ളിക്കാരുടെ വയറ്റിലിരിക്കുന്നതെന്നും ആ ഇരിക്കുന്ന സാധനം 5 വർഷം വയറ്റിലിരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും എക്സ്റേയിൽ കൂടി കണ്ടപ്പോൾ അതിന് വലിപ്പം തോന്നിയതാണ്. ശരിക്കും പറഞ്ഞാൽ വലിപ്പമൊന്നുമില്ലാത്ത ചെറിയൊരു സാധനമാണ് അതൊന്നുമാണ് ഈ പറയുന്ന ഡോക്ടർ എന്ന് പറയപ്പെടുന്നവൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മെഴുകി വേറെ തലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് എന്തൊക്കെയോ വിടുവായത്തരം പറയുന്നൊരു ഡോക്ടറെ കൂടിയാണ് നമ്മളവിടെ കണ്ടത്. ഞാൻ എല്ലാ ഡോക്ടറെയും കുറ്റം പറയുന്നില്ല. കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കുറച്ച് വൃത്തികെട്ടവളുമാരുണ്ട്. അങ്ങനെയുള്ളവളുമാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ 24 ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചികിത്സാ പിഴവ്, ഉഷയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിൽ, ചിത്രം റിപ്പോർട്ടറിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഇതാണ് ആ ഒരു കത്രികയുടെ രൂപം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കത്രികയല്ല. അവർ പറഞ്ഞതുപോലെ ഇതൊരു കത്രികയൊന്നുമല്ല, ഇതൊരു ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അത് ഒടിഞ്ഞ ഭാഗം എന്തേ ഉണ്ട് കേട്ടോ. അത് പൂർണ്ണമായിട്ടും കത്രികയുടെ രൂപത്തിലിരിക്കുന്ന ആ ഒരു ഉപകരണവും അതിൻ്റെ ഒടിഞ്ഞ ഭാഗം, അഗ്രഭാഗം ഒടിഞ്ഞ് അതിൻ്റെ വയറ്റിനുള്ളിൽ, ആ അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുന്നൊരു അവസ്ഥയിലായിരുന്നു. അതിന്ന് അമൃത ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അത് പുറത്തെടുത്തിരിക്കുന്നത്. ആ ഒരു നമുക്കറിയാം, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന എന്തിനാണ്? കുടുംബം പണയം വെക്കാതെ തൻ്റെ കയ്യിലുള്ള പണത്തിനും അതേപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആശ്രയിക്കുന്നത്. അല്ലാതെ അത്യാധുനിക സൗകര്യങ്ങളോ എക്യുപ്മെൻറ്റ്സോ ഉള്ളത് കൊണ്ടൊന്നുമല്ല. ഈ സർക്കാർ പറയുന്ന പോലെ നമ്പർ 1 ആരോഗ്യ മേഖല ആയതുകൊണ്ടൊന്നുമല്ല. കയ്യിലിരിക്കുന്ന കാശ് വെറുതെ കൊണ്ട് കളയണ്ടല്ലോ, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കാശ് നമുക്ക് ആവശ്യത്തിന് മാത്രം ചിലവാക്കിയാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് പലരും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബവും അല്ലെങ്കിൽ അവരുടെ സ്വത്തുമെല്ലാം പണയം വെക്കാനാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഉഷ എന്ന് പറയുന്ന വീട്ടമ്മ അന്ന് ഈ പറയുന്ന പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ചത്. ഇന്നിപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ഈ പറയുന്ന സർജറി ചെയ്യാനായിട്ട് എത്ര ലക്ഷം രൂപയോളം ആയിട്ടുണ്ടാവും. അന്ന് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ പേടിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചുള്ള പല ആളുകളും ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതേപോലെയാണ്. അത് ഒന്നല്ലെങ്കിൽ മറ്റ് പല വിധത്തിൽ പല രീതിയിൽ അത് അനുഭവിക്കുന്നവരുണ്ട്. എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും, ആരോഗ്യ മേഖലയിലും നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും കുറേ അധികം വൃത്തികേടുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. എടുത്ത ശസ്ത്രക്രിയാ ഉപകരണം അത് ഡോക്ടർമാർ കൈമാറി എന്ന് അമ്പലപ്പുഴ ഡിവൈഎസ്പി വ്യക്തമാക്കിയിരിക്കുന്നു. ആർട്ടറി ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയാ ഉപകരണമാണ് പുറത്തെടുത്തത്. ആർട്ടറി ഫോർസെപ്സ് അങ്ങനെ എന്തോ ഒരു സംഭവമാണല്ലോ പേര് പറഞ്ഞത്. ഈ ഡോക്ടർ പറഞ്ഞത് വേറൊരു കാര്യമാണല്ലോ. ആ ഡോക്ടർ പറഞ്ഞോട് എന്തായാലും കേട്ട് നോക്കാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഒന്നാമത് കത്രിയല്ല, അത് മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്. വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. മസ്കിറ്റോ, ഇത് കത്രികയല്ല, മസ്കിറ്റോ എന്ന് പറയുന്നൊരു ഉപകരണമാണ്. അത് എക്സ്റേയിൽ കാണുന്ന അതിൻ്റെ ഒരു വേറെ രൂപമാണ്. ഇത്രയും വലിപ്പമൊന്നും ഉള്ളൊരു സാധനമല്ല. പിന്നെന്താണ് ഈ ന്യൂസിൽ, ഏഷ്യാൻ ന്യൂസ് ഇങ്ങനെ പറയുന്നത്? ഒന്നുകൂടെ കേട്ട് നോക്കാം. ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്നും പുറത്തെടുത്ത ശസ്ത്രക്രിയാ ഉപകരണം അത് ഡോക്ടർമാർ കൈമാറി എന്ന് അമ്പലപ്പുഴ ഡിവൈഎസ്പി വ്യക്തമാക്കിയിരിക്കുന്നു. ആർട്ടറി ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയാ ഉപകരണമാണ് പുറത്തെടുത്തത്. അതിന്റെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ഉപകരണം ഇനി കോടതിക്ക് കൈമാറും. അതേ ശീതൽ, നിയമപരമായി തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപാണ് ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ എറണാകുളം അമൃത ആശുപത്രിയിൽ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ആ ശസ്ത്രക്രിയ പൂർണ്ണമായും പൂർത്തിയാവുകയും ചെയ്തു. അതിനുശേഷമാണ് അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് ഈ വയറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ശസ്ത്രക്രിയ ഉപകരണം, ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണം കൈമാറിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും നോക്കേണ്ട കാര്യം, ഈ ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കത്രിക പോലെ കാണുന്ന ആ ഉപകരണം, കത്രിക എന്ന് തന്നെ പറയാം, അതിന്റെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത്
അതിൽ 2 ഭാഗമായാണ് ഈ കത്രിക പുറത്ത് എടുത്തിട്ടുള്ളത്. അഗ്രഭാഗം ഒടിഞ്ഞ ഒരു കഷ്ണവും അതോടൊപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ ചിത്രത്തിൽ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് കത്രികയുടെ പൂർണ്ണമായ ബാക്കിയുള്ള ഭാഗവുമായി തന്നെയാണ് പുറത്തെടുത്തിട്ടുള്ളത്. അത് രണ്ടും കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അതായത് ആ വയറ്റിൽ നിന്ന് പുറത്തെടുത്തിരിക്കുന്ന ആ ഉപകരണം, അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടു, അതിനെപ്പറ്റിയുള്ള ന്യൂസും കണ്ടു. ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യവും കണ്ടു. ഇത് കത്രികയല്ല, മസ്കിറ്റോ എന്ന് പറയുന്നൊരു ഉപകരണമാണെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ആ അമ്മയ്ക്ക് നേരാവണ്ണം ഒന്ന് എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാനോ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലും അതിനെയൊക്കെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഈ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട സ്ത്രീ കാണിച്ച പരിപാടിയൊക്കെ കണ്ടു. ഈ ഡോക്ടറിനെതിരെ കേസെടുത്ത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും അല്ല നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെയും നമ്മൾ കണ്ടു. ആ കേസ് എടുക്കുന്നതിന് വിമുഖത കാണിച്ച ഈ ഡോക്ടേഴ്സിൻ്റെ സംഘടനകൾ രംഗത്തേക്ക് വന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു കേട്ടോ. അതായത് ഇത്തരത്തിലെ വൃത്തികേടുകൾ കാണിക്കുന്ന ഡോക്ടർമാരല്ല, സർക്കാരാണെന്നും സർക്കാരിൻ്റെ സിസ്റ്റം ആണെന്നും ഒക്കെയാണ് അവർ പറയുന്നത്. ഈ വൃത്തികേട് കാണിച്ചതും ആ അമ്മയുടെ വയറ്റിൽ കത്രിക വെച്ചതും ഒക്കെ സർക്കാരാണെന്നാണ് ഇവർ പറയുന്നത്. സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണെന്നാണ് പറയുന്നത്. ഇതിലെങ്ങനെയാണ് സിസ്റ്റം ഫെയിലിയർ ഉണ്ടാവുന്നത്? വേണ്ടത്ര ആളുകളെ ഈ പറയുന്ന റിസോഴ്സസിനെ കൊടുക്കാതെ വരുമ്പോൾ അത് സിസ്റ്റം ഫെയിലിയർ തന്നെയാണെന്ന് പറയാൻ പറ്റും. എന്നാൽ വേണ്ടത്ര റിസോഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിന്നത് അതൊരു തെറ്റ് തന്നെയല്ലേ? അതായത് ഈ ഡോക്ടറിന് എക്യുപ്മെൻറ്റ്സ് എടുത്ത് കൊടുക്കാൻ ആളില്ലായിരുന്നു, അസിസ്റ്റൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഡോക്ടർ പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരാളില്ലെങ്കിൽ ഈ സർജറി മാറ്റിവെച്ച് വേറെ എവിടെയെങ്കിലും പോകാനും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ? ഈ ഡോക്ടർ തന്നെ പറഞ്ഞൊരു കാര്യം ഇന്നലെ നമ്മൾ കേട്ടു. അതായത് ഈ സർജറിക്ക് ഉപകരണങ്ങൾ എടുക്കുമ്പോൾ ആദ്യം അതൊന്നെണ്ണും, വീണ്ടും അത് എണ്ണും, വീണ്ടും അത് എണ്ണിയിട്ട് 2-3 തവണ കൺഫേം ചെയ്തിട്ടാണ് ഞങ്ങളത് തിരികെ വെക്കുന്നതെന്നാണ്. അതായത് ആദ്യത്തെ എണ്ണലിൽ അത് അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് നോക്കും, രണ്ടാമത്തെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും എണ്ണും, അത് വയറിനുള്ളിൽ വെച്ച് മറന്നു പോയല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്? അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതുപോലെയുള്ള മറവി കേസുകൾ വരാത്തത് എന്തുകൊണ്ടാണ്? അവർ മേടിക്കുന്ന കാശിന് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സാരമാണ്. എന്നാൽ കഴുത്തിറക്കുന്നൊരു കാശും വാങ്ങുന്നുണ്ട്, അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഈ സർക്കാർ ആശുപത്രികളിൽ മാത്രം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ ഇരിക്കുന്ന ആളുകളുടെ അനാസ്ഥയും സർക്കാരിൻ്റെ ഇടപെടലുകൾ ഏതൊക്കെ രീതിയിൽ വരുമെന്ന് അറിയാവുന്നത് കൊണ്ടുമൊക്കെ കളിക്കുന്ന വൃത്തികെട്ട കളികളാണ്. അതായത് അവിടെ വരുന്നവരെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളും അവർക്ക് ഇങ്ങനെയുള്ള ചികിത്സാ രീതികളും ഒക്കെ മതി, അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും വേണ്ട. അവരിങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ആ ധാർഷ്ട്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതി, ആ ചിന്താഗതി തന്നെയാണ് നമുക്ക് ഇവിടെയും ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇത്തരം വൃത്തികെട്ട ചിന്താഗതികൾക്കെതിരെയും അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട പ്രവർത്തികൾക്കെതിരെയും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കാൻ സാധിക്കണം. എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ്. മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് മത്സരിച്ച് നിൽക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയാനായിട്ട് നമ്മുടെ സർക്കാർ ഒന്ന് ശ്രമിക്കണം. അറിഞ്ഞ് തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും. ആ അമ്മയ്ക്ക് ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ എത്ര രൂപ ചിലവായിട്ടുണ്ടോ ആ ചിലവായിട്ടുള്ള തുകയല്ല ഇവരിൽ നിന്ന് തന്നെ, അതായത് ഈ സർജറി ചെയ്ത ആരൊക്കെയാണോ, കൈ ഒഴിയുന്നത് ആരൊക്കെയാണോ അവരിൽ നിന്ന് ഈടാക്കണമെന്നും പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഉഷ എന്ന് പറയുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഉഷ എന്ന് പറയുന്ന ഒരാൾ ആവർത്തിക്കാൻ പാടില്ല. സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ ഒരുപാട് കാര്യങ്ങളിൽ ചെക്ക് ചെയ്യപ്പെടണം. നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ നമ്പർ 1 ആണോ, ഡോക്ടേഴ്സ് നമ്പർ 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അവിടെയുള്ള അസിസ്റ്റൻസും അവിടെയുള്ള നേഴ്സുമാരും എല്ലാം നമ്പർ 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് പോരെ പ്രഹസനം? ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, ഞാനും ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ വീണ ജോർജ് മാഡം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഓക്കെ, ബൈ.